ബാപ്പ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ബാപ്പയുടെ അടിസ്ഥാന കാര്യം സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ഖേദമാണ്. മതി മതി, ഖേദമുണ്ടെങ്കിൽ നീ മുസ്ലിമാവും. ഖേദം ഖേദം. ഖേദിച്ച് ഖേദിച്ച് അങ്ങ് ഉരുകി തീർന്നു പോകുമല്ലോ. ഖേദിച്ച് ഖേദിച്ച് അങ്ങ് ഉരുകി തീർന്നു പോകുമല്ലോ. മനസ്സിലായില്ലേ? പറഞ്ഞു ഖേദം മനുഷ്യന്റെ അടിസ്ഥാന ഗുണമാണ്. എന്ത് ഖേദം? ഖേദവും പരാജയപ്പെടൂല. അപ്പൊ അകപ്പെടൽ എന്നാൽ എന്താണ്? ഖേദമില്ലാതെ ജീവിക്കും. കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങൾ മറന്നാൽ പിന്നെ എന്തുണ്ടാവില്ല? ഖേദം ഉണ്ടാവില്ല. ഉറങ്ങരുത്. എന്താ അവസാനിപ്പിക്കാം ഒരു വാക്ക്. എന്താ പറഞ്ഞത്? കഴിഞ്ഞ കാല അബദ്ധങ്ങളെ ഓർമ്മയില്ലെങ്കിൽ മനുഷ്യന് ഖേദം ഉണ്ടാവില്ല. എന്താ വരിയുടെ അർത്ഥം? കണ്ണുനീർ ചൊരിക്കണം. മിൻ ഐനിൻ, ഒരു കണ്ണിൽ നിന്ന്, ഖദീം തലഅത്ത് മിനൽ മഹാരിമി, ഹറാമ കൊണ്ട് നിറച്ച നിന്റെ കണ്ണിൽ നിന്ന് നീ പിന്നീട് ബോധം വരുമ്പോൾ നീ പിന്നെ എന്ത് ചെയ്യണം? കണ്ണുനീര് ചൊരിക്കണം. ഖേദത്തെ നീ കൂടെ കൊണ്ട് നടക്കുകയും വേണം. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജറിന് ഒരു വ്യാഖ്യാനമുണ്ട്. അത് നിന്റെ പിതാവിൻ്റെ പതിവല്ലേ? നിന്റെ പിതാവ് അങ്ങനെയാണല്ലോ ചെയ്തത്. ഒരബദ്ധം പിതാവിൽ വന്നുപോയി, പിന്നെ ആയുസ് മുഴുവനും ഖേദത്തിനെ കൂട്ടുകാരനാക്കി. മനസ്സിലായില്ലേ? ഖേദത്തെ കൂട്ടുകാരനാക്കി പിതാവ് സയ്യിദുനാ ആദം. കാരണം അത് മറക്കൂല. ഒരു അബദ്ധം ചെയ്തത് മറക്കൂല. ഒരു സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, മറക്കാൻ കഴിയില്ല. പടച്ചോനെ പുറത്തുതരണേ. എന്നാ കണ്ടത് കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ഒരു സിനിമ കൊണ്ടുപോയി. അതിന് പിന്നെ കരയാണ്. ഈ വൃദ്ധൻ ഇപ്പോൾ 90 വയസ്സായി. അങ്ങനെയുണ്ടാവും. നാട്ടിലിറങ്ങിയ സിനിമ മുഴുവനും കണ്ട ഒരുത്തൻ. പിന്നെ അതിനെപ്പറ്റി അതൊക്കെ കുട്ടിക്കാലത്ത് ആരാ ചെയ്യാത്തത്? മനസ്സിലായില്ല. അങ്ങനെ പറയാം. അതൊക്കെ കുട്ടിക്കാലത്തല്ലേ? അങ്ങനെ പറയാം. അള്ളാഹു സ്വീകരിക്കാത്തവന്റെ, അള്ളാഹു സ്വീകരിച്ചവനും സ്വീകരിക്കാത്തവനും, അള്ളാഹു സ്വീകരിച്ചവന് പാപം സഖറത്തിൻ അവന്റെ തലക്ക് മീതെയുള്ള പാറക്കല്ല് പോലെയായിരിക്കും. അള്ളാഹു സ്വീകരിച്ചവന്റെ പാപം. അള്ളാഹു സ്വീകരിക്കാത്തവന്റെ പാപം കദുബാബിൻ അലാ അൻഫിഹി, അവന്റെ മൂക്കത്തുള്ള ഈച്ച പോലെയുമായിരിക്കും. എന്താ പറഞ്ഞേ? 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 അള്ളാഹു മുഅ്മിനും മുഅ്മിൻ അല്ലാത്തവനും, അള്ളാഹു സ്വീകരിച്ചവനും സ്വീകരിക്കാത്തവനും. മുഅ്മിൻ അള്ളാഹു സ്വീകരിച്ചവൻ. ഒരു അള്ളാഹു സ്വീകരിച്ച ഒരുത്തന് ഒരു പാപം വന്നാൽ കസഖറത്തിൻ ഫൗഖ റഅസിഹി, അവൻ്റെ തലക്ക് മുകളിൽ നിൽക്കുന്ന പാറക്കല്ല് പോലെയായിരിക്കും. ഒരു പാറക്കല്ല്, തലക്ക് മീതെ നിൽക്കുന്ന ഒരു പാറക്കല്ലിനെ പറ്റി എപ്പോഴും അവന് പേടിയുണ്ടാവും. എന്ത്? ആ പാറക്കല്ല് അമർന്നാലോ? നമ്മൾ ആ നാടുകാണിയിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു പാറക്കല്ലുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നാടുകാണി യാത്ര ചെയ്യുമ്പോഴും കാർ അവിടെ എത്തിയപ്പോൾ ഓർത്തുപോയി. എന്ത്? അത് ഒരു 2 സെക്കൻഡേ ഉള്ളൂ, എന്നാലൊരു പേടിയാണ്. എന്ത്? പാറക്കല്ലിന് അമരാൻ ആ സെക്കൻഡ് അങ്ങനെ തോന്നിയാലോ? പിറ്റേന്ന് പത്രത്തിൽ വരും, റഹ്മത്തുള്ള ഖാസിമി മടയിടിച്ചിൽപ്പെട്ട് മരിച്ചു. നിനക്ക് മയ്യത്തിസ്കാരം എപ്പോഴാന്ന് അന്വേഷിച്ചാൽ മതി, എനിക്ക് ചെയ്യുമ്പോൾ. ഞാൻ ഈ ആഴ്ച അതിൽ യാത്ര ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച. അപ്പോഴും അത് ഓർത്തുപോയി. ഇതാണ് പാപം. ആർക്ക്? മുഅ്മിനിന്. തലക്ക് മീതെ നിൽക്കുന്ന ഒരു ഭീമമായ പാറ. ആ പാറയെക്കുറിച്ച് സദാസമയം അവൻ എന്തുണ്ടാവും ചിന്ത? എത്രയും പെട്ടെന്ന് ഓടണം. കാരണം ഇവിടെ നിന്ന് ഇത് അമർന്നാലോ? എന്നാൽ ഒരു മുനാഫിഖായ കപടവിശ്വാസിക്ക് പാപം എന്ന് പറഞ്ഞാൽ കദുബാബിൻ അലാ അൻഫിഹി, അവൻ്റെ മൂക്കത്തിരിക്കുന്ന ഒരു ഈച്ച. ഒന്നിങ്ങനെ അണിച്ചാൽ മതി. ഒരു പാപം, ഒരു വ്യഭിചാരം, ഒരു മോഷണം, ഒരു മദ്യപാനം, ഒരു തോന്നിയാസം, ഒരു വ്യഭിചാരം, 100 വ്യഭിചാരം, 1000 വ്യഭിചാരം, 10,000 സിനിമ. കദുബാബിൻ അലാ അൻഫിഹി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മളെ ബാപ്പ ആരാ? നമ്മളെ ബാപ്പ ആരാ?
ആദം. ഈ മനുഷ്യൻ ഒരു പഴം കടിച്ചതിൻ്റെ പേരിലാണ് കരഞ്ഞത്. എത്ര കൊല്ലം? 1000 കൊല്ലം. 1000 കൊല്ലം. فلم يرفع رأسه ولم يرفع إلى السماء رأسه فلم ينظر إلى السماء 40 سنة. 40 കൊല്ലം ആ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കിയില്ല. നിങ്ങൾ നോക്കിയില്ല. എന്താ പറഞ്ഞേ? ഫലം യമുസ്തംറഅതഹു 100 സന. 100 വർഷം തൻ്റെ ഭാര്യയെ തൊട്ടില്ല, കരഞ്ഞു നടന്നു. ഫനബത മിൻ ദുമൂഇഹി അൽഊദ് വസ്സന്ദവൽ വൽസഞ്ചബീൽ. 3 സുഗന്ധവ്യഞ്ജനങ്ങൾ ആ മനുഷ്യൻ്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ്. അൽഊദ്, ഒന്ന് ഊദ്, വസ്സന്ദൽ, ഒന്ന് ചന്ദനം, വസ്സഞ്ചബീൽ, ഒന്ന് ഇഞ്ചി. ഇത് ഇബ്നു ഹജറിന്റെ വ്യാഖ്യാനത്തിലുണ്ട്, എൻ്റെ വാക്യമല്ല. അൽ ഉംദത്തു ഫീ ശറഹിൽ ബുർദ എന്നൊരു കിതാബുണ്ട്. കിതാബ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അൽ ഉംദത്തു ഫീ ശറഹിൽ ബുർദ എന്നൊരു കിതാബുണ്ട്. അത് ഇബ്നു ഹജറിൻ്റെതാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ഇബ്നു ഹജറിൻ്റെ വ്യാഖ്യാനം പറയുന്നത് എന്ത്? ഫനബത മിൻ ദുമൂഇഹി, ആദമിൻ്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ് അൽ ഊദ്. നമുക്കത് വലിയൊരു തെളിവാണ്. ലോകത്തെ ഏറ്റവും മേത്തരം ഊദ് ഇന്ത്യയുടേതാണ്. അഥവാ ആദം ജീവിച്ച വലിയൊരു കാലം ഇന്ത്യയാണ്. നമ്മൾ ആദമിയാണ്. അതുകൊണ്ട് ലോകത്തൊരു ഭാഷയിലാണല്ലോ മനുഷ്യനെ ആദമി എന്ന് പറയാം. എന്തുകൊണ്ട്? ആദം ജീവിച്ച മണ്ണിൽ ആദമിലേക്ക് ചേർക്കപ്പെട്ടവൻ. ലോകത്തൊരു ഭാഷയിൽ മാത്രമാണ് മനുഷ്യനെ പറ ആദമി. ആദമിലേക്ക് ആ മണ്ണ് അന്ന് ആദ്യത്തെ ആ മനുഷ്യൻ ആദമാണ്. പിന്നെ അതിലേക്ക് വന്നവൻ ആദമി, ആദമിലേക്ക് ചേർക്കപ്പെട്ടവൻ ആദമി. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അപ്പൊ ഈ നാട്ടിലാണ് ലോകത്തെ ഏറ്റവും മേത്തരം ഊദ്. എന്തുകൊണ്ട്? ഈ മനുഷ്യന്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ് അൽ ഊദ്. ഊദ് വസ്സന്ദലു, ലോകത്തെ ഏറ്റവും നല്ല ചന്ദനം. ചന്ദനം എവിടെ? ലോകത്തെ ഏറ്റവും നല്ല ചന്ദനം എവിടെ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞായിരുന്നു. എന്തിവിടെ വീരപ്പൻ ഉണ്ടായത്? പറടൂ, എന്താ വീരപ്പൻ ഉണ്ടാകണം? എന്താ വീരപ്പന്റെ പണി എന്തായിരുന്നു? ആ വീരപ്പന്റെ പേരിൽ മറ്റുള്ളവർക്ക് കാക്ക സാധുവും കണ്ടിട്ടുണ്ടായിക്കോളന്നില്ല, പാവം. സന്തരും ലോകത്തെ ഏറ്റവും, പ്രത്യേകിച്ച് അത് മനസ്സിലാവേണ്ട പറഞ്ഞത്, ഒരു പ്രത്യേക ഏരിയ, ഇങ്ങനെ ഇങ്ങനെ ആസാം മുതലുള്ള ഇങ്ങനെ കണ്ടെടുക്കുന്ന ഒരു ഏരിയയാണ് ഊദ്. സ്വന്തൽ ഒന്നും കൂടി താഴെ ദക്ഷിണേന്ത്യ. മനസ്സിലാവേണ്ട പറഞ്ഞു. സഞ്ചബീൽ പറ്റ താഴെ. ലോകത്തെ ഏറ്റവും നല്ല ഇഞ്ചി കേരളത്തിൻ്റെതാണ്. ലോകത്തെ ഏറ്റവും നല്ല ഇഞ്ചി കേരളത്തിൻ്റെ ആണ്. ഇഞ്ചി വാങ്ങാനല്ലേ യൂറോപ്യന്മാർ ഇവിടെ വന്ന്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. ആദം ജീവിച്ച മണ്ണാണിത്. ഈ മനുഷ്യന്റെ കണ്ണുനീര് വീണ് മുളച്ചതാണ്. അതിന് മാത്രം കഴിഞ്ഞു. ആ കണ്ണുനീര് സൗഗന്ധികമായി. അപ്പോൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഈ 3 സുഗന്ധവ്യഞ്ജനങ്ങൾ ഒരു മനുഷ്യന്റെ ഖേദത്തിന്റെ അടയാളമാണ്, സാക്ഷ്യപത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ലോകത്തെ 3 പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനങ്ങൾ എന്താണത്? ഒരു മനുഷ്യന്റെ ഖേദത്തിന്റെ ഓർമ്മയാണ്. ഏതാണ് ആ മനുഷ്യൻ? ആദം. അപ്പൊ മനുഷ്യന് അടിസ്ഥാനമായി വേണ്ടത് എന്താ? ഖേദം. മനുഷ്യ പാപം ചെയ്യും. മനുഷ്യ പാപം ചെയ്യും. കുല്ലു ബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. കുല്ലു ബിനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യർക്കും അബദ്ധം പറ്റും. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, അബദ്ധം പറ്റുന്നവരിൽ ഏറ്റവും നല്ലവർ. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഏങ്ങിക്കരഞ്ഞതിനെ കുറിച്ച് മലയാളികൾ ഒരാഴ്ച ചർച്ച ചെയ്തു. മലയാളി മുസ്ലിങ്ങൾ അയ്യയ്യേ നാട് വിട്ടാലും തോന്നിപ്പോകുക എനിക്ക്. ഒരു വയോവൃദ്ധനായ മനുഷ്യന് ഏങ്ങിക്കരഞ്ഞു ഒരു പ്രഭാഷണ മധ്യേ. അതിനെ കാച്ചാൻ എന്തട നിങ്ങൾക്കൊക്കെ പറ്റിയത്? അയ്യയ്യേ അത്ര സംസ്കാരം അതപ്പതിച്ചോയോ? ഒരു വയസ്സിന് ഏങ്ങിക്കരയാൻ അവകാശമില്ലേ? അയ്യയ്യേ. എന്നിട്ട് അയാളെ കളിയാക്കുക. അയ്യയ്യേ എന്തിനാണ് നിങ്ങളൊക്കെ നിസ്കരിക്കണേ? അയ്യയ്യേ. ഒരു പ്രഭാഷണം മധ്യേ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ, വയോവൃദ്ധൻ
മനുഷ്യൻ, വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ഏങ്ങിക്കരഞ്ഞുപോയി. അതിനെ മലയാളി മാപ്പിളമാരിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിയാക്കന്മാർ, അയ്യയ്യേ ഇവരുടെ നാട്ടിൽ ജീവിക്കേണ്ടി വന്നല്ലോ, അയ്യയ്യേ അയ്യേ അയ്യയ്യേ അയ്യേ, എത്ര സംസ്കാരം നശിച്ചിട്ടുണ്ട് മലയാളി മാപ്പിളമാരുടെ. മുസ്ലിയാക്കന്മാര്, അയ്യയ്യേ എൻ്റെ മുസ്ലിയാക്കന്മാര്. അതിലും കുറ്റം കണ്ടാൽ പിന്നെ എവിടെ നമ്മൾ ഇനി എവിടെ പോകും? അതിലും കുറ്റം. ഒരാൾ കരഞ്ഞാൽ കുറ്റം, ഒരാൾ ഏകിക്കരഞ്ഞാൽ കുറ്റം, അതിന് കുറ്റം. അതും കാപട്യമാണെങ്കിൽ പിന്നെ എവിടെ നമ്മൾ എത്തിപ്പോവാ? ഒരാൾ ഏകിക്കരഞ്ഞു, തൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ ഓർത്ത് കരഞ്ഞു, അയാൾക്കതിന് അവകാശമില്ലേ? ഉണ്ടോ അല്ലേ? അയാളെ പ്രശംസിക്കല്ലേ വേണ്ട? അയ്യയ്യന്റെ സിരിയാക്കന്മാരെ താടി പഠിച്ചു പോടാ, താടി വെച്ച് താലേ കെട്ടി നടക്കുക ഓരോരുത്തരും. എന്നിട്ട് ഖുർആനും ബൈബിളും മഹാഭാരതവും ചർച്ച ചെയ്യാവൻ ഇവിടെ കൂടിയിട്ട് അയ്യയ്യൊക്കെ എത്ര വലിപ്പുണ്ടല്ലടാ. ഇസ്ലാമിനെ പ്രചരിപ്പിക്കേണ്ടത് നിന്റെ താടി കൊണ്ടല്ല, നിന്റെ മനുഷ്യത്താണ്. ഒരു വയോവൃദ്ധനായ മനുഷ്യൻ ഈ കഴിഞ്ഞ ആഴ്ച തേങ്ങിക്കഴിഞ്ഞു. ആരുടെ കുറ്റം ചെയ്യാത്തത്? ആർക്കട അവിടെ അബദ്ധം പറയാത്തത്? എന്താണ് വിചാരിച്ച്? കുല്ലുബിന് മനസ്സിലാവണില്ലേ? പറ്റുനി പൊയ്ക്കോളി, ഇതിലെ വാതിൽ പൊയ്ക്കോളി. മനുഷ്യന്റെ സംസ്കാരം അതപ്പതിച്ചാലേ ഒരേങ്ങിക്കരയുന്നവനെ കളിയാക്കൂ. അതും മുസ്ലിയാക്കന്മാർ ചെയ്തു. അയ്യേ, നിങ്ങളൊക്കെ നാട്ടിൽ നിങ്ങളൊക്കെ കൂടുന്ന ജുമാക്ക് വരുന്നതിൽ എനിക്ക് ലജ്ജ ഒന്ന്. കുല്ലുബിന് ആദമ ഖത്താഊൻ, പറ്റുനി പോയിക്കോളിയടാ. കുല്ലുബിന് ആദമ ഖത്താഊൻ, മനുഷ്യർക്കെല്ലാം അബദ്ധം പണയും. മനസ്സിലായില്ലേ? കുറ്റവും തെറ്റും ഒക്കെ തീരുമാനിക്കേണ്ട പഠിച്ചവനാ. അബദ്ധം എന്ന് പറഞ്ഞാൽ അബദ്ധം, കുറ്റം എന്ന് പറയണ്ട. സയ്യിദുന ആദം മഅസൂമ, സയ്യിദുന ആദം മഅസൂമാണ്, കുറ്റവിമുക്ത, കുറ്റം ചെയ്യാത്ത പാപ സുരക്ഷിതൻ എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷേ ആ പഴത്തുമ തൊടരുത് എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് അടുത്തിട്ടുണ്ട് സയ്യിദുന ആദം. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് കൊല്ലം പിന്നെ കരഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലം കരഞ്ഞിട്ടുണ്ട് ഉണ്ട്. അതോർത്ത് അതിന് എന്തെങ്കിലും എന്ത് പറഞ്ഞാലും അതെന്താണ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്താണല്ലോ, പാപം പറയണ്ട അല്ലെ? അങ്ങനെയല്ലേ അങ്ങനെയല്ലേ? അപ്പൊ നമ്മളെ പിതാവിന്റെ അടിസ്ഥാനം എന്താ? നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എങ്ങനെയാ? കുട്ടി എവിടെയുടെ രാവിലെ നമ്മൾ ഈ ഭൂമിയിൽ ആദ്യം കാല് കുത്തുമ്പോൾ മനുഷ്യൻ ഉണ്ടായതെന്താ? ഖേദം. അപ്പൊ മരണം വരെ ഉണ്ടാകേണ്ടത് എന്താ? ഖേദം. ഖേദം നമ്മുടെ സിസ്റ്റം. നമ്മൾ പാപിയായി ജനിച്ചതല്ല, പാപം ചെയ്തു. മനസ്സിലാവില്ലേ? പാപിയായി ജനിച്ചു എന്നത് വേറൊരു വിഭാഗത്തിന്റെ തോട്ടാണ്. ആ തോട്ടിന് ഇസ്ലാം എതിരാണ്. ഒരിക്കലും പാപിയായി ജനിക്കൂല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. പാപിയായി ജനിക്കൂല. പക്ഷേ സാഹചര്യം മനുഷ്യനെ പാപം ചെയ്തേക്കും. അങ്ങനെയല്ലേ മനുഷ്യൻ? മനുഷ്യൻ മരുഭൂമിയിലെ തൂവൽ പോലെയാണ്. മനുഷ്യ മനസ്സ് മരുഭൂമിയിലെ തൂവൽ പോലെ. അതെന്താ? പടിഞ്ഞാറ് കാറ്റടിച്ചാൽ കിഴക്കോട്ട് പറക്കും, കിഴക്കോട്ട് കാറ്റടിച്ചാൽ പടിഞ്ഞാറോട്ട് പറക്കും. വടക്കുന്ന് കാറ്റടിച്ചാൽ തെക്കോട്ട് പറക്കും, തെക്കിന് കാറ്റടിച്ചാൽ വടക്കോട്ട് പറക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടും മനുഷ്യൻ. അത് മനുഷ്യ സ്വാഭാവികമാണ്. അങ്ങനെ അബദ്ധം പിണഞ്ഞവരിൽ ഏറ്റവും നല്ലവർ ഖേദിക്കുന്നവരാണ്. ഖേദം. നിന്റെ ബാപ്പ കാല് കുത്തുമ്പോൾ നിന്റെ ബാപ്പാക്കുള്ളത് എന്താ? പറ. അവൻ നീ സന്തോഷിച്ച് ആഹ്ലാദിച്ചല്ല ഇവിടെ വന്ന്, പിന്നെ എങ്ങനെയാ ഖേദിച്ച? നീ മരണം വരെ നിനക്കുണ്ടാകേണ്ടത് എന്താ? ഖേദം. മനസ്സിലാവുണ്ട് പറഞ്ഞു. പിന്നെ നിനക്ക് പാപം ചെയ്യാൻ കഴിയില്ല ഖേദമുണ്ടെങ്കിൽ. നീ ഖേദത്തെ ഇണപിരിയാത്ത കൂട്ടുകാരനാക്കി കൊണ്ട് നടക്കണം. ബുർദ
വൽസം ഹമ്യതൻ നദമി. മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? അപ്പം ചിന്തിക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അകപ്പെടൽ എന്നാൽ എന്താണെന്നറിയോ? ഞാൻ ഒറ്റ വാതിൽ പറയാം, ഒറ്റ കാര്യമാണ് അകപ്പെടൽ. ഇതൊന്നും അകപ്പെടൽ എന്നാൽ ഉദാഹരണം പറയാം. അകപ്പെടൽ എന്താ? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക? ദാരിദ്ര്യമുണ്ടായി അകപ്പെടലല്ല, രോഗമുണ്ടായി അകപ്പെടലല്ല, പ്രയാസമുണ്ടായി അകപ്പെടലല്ല, മകളെ കെട്ടിച്ചില്ല അകപ്പെടലല്ല, മകളെ കെട്ടിച്ചു മരുമോനും മരുമോളും തമ്മിൽ പ്രശ്നത്തിലാണ്, അതും അകപ്പെടലല്ല. അതൊന്നും അകപ്പെടലല്ല. ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല അകപ്പെടലല്ല. ഹജ്ജിന് പോകാൻ കഴിഞ്ഞില്ല അകപ്പെടലല്ല. നമ്മുടെ നാട്ടിൽ ഒരു 40 വർഷം മുമ്പ് വരെ 90% ജനങ്ങളും ഹജ്ജ് ചെയ്തിട്ടില്ല. അത് സിസ്റ്റമാണ്. ഒരു നാട്ടിൽ 1-2 ആളുകളെ ഹജ്ജ് ചെയ്യുക, അതാ സിസ്റ്റം. ഇപ്പം സിസ്റ്റം പൊളിഞ്ഞു. ഇപ്പം എല്ലാവർക്കും ആരാണ്? ഹജ്ജിമാർ. അതുകൊണ്ട് ഹജ്ജിൻ്റെ വിലയും പോയി. ഇപ്പം എന്താ വിലയുള്ളത്? ഇപ്പം ഹജ്ജിന് പോലും ഊട്ടിക്കോലും ഒരുപോലെ. അവസാന കാലത്ത് 4 വിഭാഗം ആളുകൾ ഹജ്ജിന് പോകും. ഒന്ന് അൽ അഗ്നിയാ ലിന്നുസ്ഹത്തി, മാനസിക ഉല്ലാസത്തിന് ധനാഢ്യർ ഹജ്ജിന് പോകും. വൽ ഉലമാ ഉൽ ശുഹ്റത്തി, പണ്ഡിതന്മാർ പ്രസിദ്ധിക്ക് വേണ്ടി ഹജ്ജിന് പോകും. 14ാമത്തെ ഹജ്ജ് കഴിഞ്ഞു വന്ന അലിമുൽ അല്ലാമക്ക് സ്വീകരണം. വൽ ഉലമാ ഉൽ ശുഹ്റത്തി ദരിദ്രർ യാചനയ്ക്ക് വേണ്ടി ഹജ്ജിന് പോകും. ഒരു വിഭാഗം മാത്രമാണ് അള്ളാഹിന്റെ പൊരുത്തത്തിന് ഹജ്ജിന് പോകുക. അവസാന കാലത്തിൽ വളരെ കുറഞ്ഞ ആളുകളെ അള്ളാഹിന്റെ പൊരുത്തത്തിന് ഹജ്ജിന് പോകും. ധനാഢ്യന്മാർ ഹജ്ജിന് പോകും. എന്ത് ഫുൾ ടൈം അങ്ങനെയാണ്, ഭയങ്കര ബിസിനസ്സാണ്. അപ്പോൾ മൂപ്പര് പിന്നെ ആരോടും എന്ത് പറയും? ഹജ്ജ് മാസം കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു സുഖം ഉണ്ടാവില്ല, പിന്നെ അവിടെ എത്തണം. ചിന്തിക്കേ, മുതലാളിമാർക്ക് എന്ത് പൊന്നടോ? മുതലാളിമാരാരാന്ന് എനിക്കറിയാം. മുതലാളിമാർക്കൊരു മാനസിക ഉല്ലാസം. അവർ നോമ്പിന് 30 ദിവസം മക്കത്ത് പോയിരിക്കും. നല്ല സുഖമാണ്. കാരണം എന്താ? 25 കോടി 100 കോടി കൊണ്ടൊക്കെ കച്ചവടം ടേണവറുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം 100 കോടിൻ്റെ സക്കാത്ത് എത്ര ഉണ്ടാവും? പോയിക്കോലടാ, റമദാനിൻ്റെ 30 ദിവസം അവിടെ പോയിരുന്നു, നല്ല വിളവാണ്. സക്കാത്ത് കൊടുക്കൽ റമദാൻ മാസത്തിലാണ്. അങ്ങനെയാണ് കൊടുക്കണ്ട, അങ്ങനെയല്ല. പക്ഷേ സാധാരണ അങ്ങനെയാണ് കൊടുക്കുക. 100 കോടി ടേണവറൊക്കെ സാധാരണയാണ്. 100 കോടി ടേണറുള്ള ഒരാൾക്ക് എത്ര കോടി സക്കാത്തുണ്ടാവും? 2.5 കോടി റുപ്യ സക്കാത്തുണ്ടാവും. 2.5 കോടി. അവൻ്റെ വീട്ടിൽ യാചകന്മാർ വന്നാലും അവൻ്റെ പെണ്ണുങ്ങൾ 100 റുപ്യ കൊടുക്കും. 100 റുപ്യ ദിവസം 100 കൊടുത്താൽ എത്ര റുപ്യ കൊടുക്കും? 100 റുപ്യ ദിവസം 100 കൊടുത്താൽ 10,000. 30 ദിവസം 100 കൊടുത്താൽ 3 ലക്ഷം. പോകാൻ വലിയ കൊടുത്തിക്കാരനാണ്. എത്രയോ കൊടുക്കണ്ട്? 2.5 കോടി. അതിന് മൂപ്പര് മനസ്സിലായില്ല. അപ്പൊ മൂപ്പർക്ക് ലാഭമായി എത്ര? പറയടാ, മൂപ്പർക്ക് എത്ര ലാഭമായി? പറയടാ, മൂപ്പർക്ക് എത്ര ഇപ്പൊ ലാഭം? 2,47,00,000 റുപ്യ ലാഭമാണ്. ആ മൂപ്പരെ കയ്യെ മുത്താൻ വേണ്ടി നമ്മൾ കാത്തുക്കും. ഉംറ കഴിഞ്ഞ് നോമ്പിനാണ് വന്നാൽ എല്ലാവരും പറയും, പള്ളിയിലെ ഉസ്താദ് വരെ പറയും, ആജേര് റമളാൻ മാസം ഉണ്ടായോ അവിടെ ഇരിക്കും. ആജേർക്ക് എത്ര ലാഭം? എത്ര ലാഭം ആജേർക്ക്? 2,47,00,000. 100 കോടി ഒന്നല്ല ഇന്ന് ടേണവർ നമ്മളെ മുതലാളിമാർക്ക്. 500 കോടി ടേണവറുള്ള മുതലാളിമാർ എത്രയാണ്? മനസ്സിലാവണ്ട പറഞ്ഞത്, ചിന്തിക്ക്. അപ്പൊ മാനസിക ഉല്ലാസം. ഒന്നിരിക്കൽ റമളാന് മുമ്പ് സക്കാത്ത് കൊടുക്കുക, അല്ലെങ്കിൽ റമളാനിൽ ഉംറയ്ക്ക് പോകാതിരിക്കുക, എന്നിട്ട് എത്തിക്കാപ്പിന് പോകാതിരിക്കുക. എത്തിക്കാപ്പിന് പോയാലും നാട്ടുകാർക്ക് പോകാൻ കിട്ടൂല. പെണ്ണുങ്ങളെ ഈ 100 നോട്ട് കുറിച്ച് കൊടുത്തേക്കും. റമളാൻ 1 മുതൽ അവിടെ ഇരിക്കുക സിറ്റ് ഔട്ടിൽ. അതിന് ചെല്ലണ ദിക്റല്ലേ മതി. മൊലാലിന്റെ ദിക്റെന്താ? പറയാം, മൊലാലിന്റെ ദിക്റെന്താ? മൊലാലിന്റെ ദിക്റെന്താ? പറയുടെ മൊലാലിന്റെ ദിക്റെന്താ? പൈസ കൊടുക്കുക. MLA ദിക്റെന്താ? നാട്ടുകാരെ കാര്യം പാടാട കുട്ടി. MLA യുടെയും മന്ത്രിയുടെയും ദിക്റെന്താ?
സുബ്ഹാനല്ലാഹ് 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 എന്ന് പറയില്ല. ഓനക്ക് എന്താ സാധുക്കളെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. അതന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറയലല്ല. രാത്രി 12 മണിക്ക് പൊരയിൽ വന്ന് കയറിയപ്പോ സീതിയാജി പൊരയിൽ വന്ന് കയറി. എന്റെ ബാപ്പ പറഞ്ഞൊരു കഥയാ. പൊരയിൽ വന്ന് കയറിയപ്പോ ആരോ പറഞ്ഞു, ആരോ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്, എന്തേന്ന് വെച്ചു. എന്റെ മകനെ പിന്നെ നെൽപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നു. അപ്പൊ നേരെ കറക്കി പോലീസ് ഡ്യൂട്ടിയിലെ പോലീസിനെ വിളിച്ചു. പത്തായക്കോടൻ സീറ്റിയാ. അവിടെ എൻ്റെ ഒരാളെ ജയിലിലാക്കിയിട്ടുണ്ട്, ലോക്കപ്പിലിട്ടുണ്ട്, ഞങ്ങൾ വിട്ടാക്കി. അപ്പൊ അത് ഇത് അപ്പൊ പറഞ്ഞ് ഇനി നിനക്ക് ലോക്കപ്പിൽ ഒരാളുണ്ടായേ മതിയാവൂന്നെങ്കിൽ ഞാനാണ് വരാം, ഞാൻ ഏതായാലും കുപ്പായം മാറ്റിയിട്ടില്ല. അതൊക്കെ മനുഷ്യന്മാരാ. പത്തായക്കോടൻ സീറ്റായി പക്ക മുജാഹിദാ. ഞാൻ ഈ ഭൂലോകത്ത് മുജാഹിദിന് ആദ്യത്തെ അവ്വൽ ആളാണ്. ഈ ദുനിയാവിൽ എനിക്ക് വഹാബിയോടുള്ള ദേഷ്യം ഈ ലോകത്താരോടില്ല. കാരണം ഇസ്ലാമിനെ ഇത്ര വികൃതമാക്കിയൊരു ജനത വേറല്ല. പക്ഷേ അതൊരു നന്മയാണ്. നല്ല മനുഷ്യന്മാർക്ക് അതിന് കഴിയൂ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ MLA-യുടെയും പറഞ്ഞു, മനസ്സിലായില്ലേ? പത്തായക്കോടൻ സീറ്റിൽ മനുഷ്യനായിരുന്നോ, നന്മയുള്ള മനുഷ്യനായിരുന്നു. അക്കാലത്തൊരു മനുഷ്യന്റെ പ്രയാസം ഉണ്ടായാൽ പറഞ്ഞു പറ്റിയ ആളായിരുന്നു. ഇന്നലത്തെ MLA-മാരെ പോലെ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ നടക്കല്ല. മനസ്സിലാക്കണം, ചിന്തിക്ക്. അപ്പൊ MLA-യുടെ ദിക്ർ എന്താ? പോലീസ് സ്റ്റേഷനെ കുറിച്ചറിയാം. മനസ്സിലായോ? കലക്ടർക്ക് സീതിയാജി ഫോൺ ചെയ്തൊരു സംഭവമുണ്ട്. കലക്ടർ ഫോൺ ചെയ്തു ഒരു മുറിയൻ ഇംഗ്ലീഷിൽ. കലക്ടർ ഇങ്ങോട്ടും അവസാനം സീതിയാജി പറഞ്ഞു, ഐ വാണ്ട് ആൻസർ യെസ് ഓർ നോ. മുമ്പ് നയനാരെ മുഖത്ത് നോക്കിയിട്ട് നിയമസഭയിൽ സീതിയാജി പറഞ്ഞ സംഭവം ഉണ്ട്. ഞാനും നയനാരും ഒക്കെ ഇംഗ്ലീഷ് പറയാൻ തുടങ്ങിയപ്പോൾ മാനം കെട്ടിട്ടാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടുപോയത്. അതൊക്കെ മനുഷ്യന്മാരാണ്. അതാണ് MLA-യുടെ ബാധ്യത. മന്ത്രിയുടെയും MLA-യുടെയും ബാധ്യത വിക്രല്ലോ. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോക്കി തുപ്പി നടക്കലുമല്ല. തുപ്പി നടക്കുന്ന MLA-മാരെ എനിക്കറിയാം. ഒരു നന്മ മനുഷ്യന്മാർക്ക് ചെയ്യൂല. ചില മാപ്പിളമാരായ തുപ്പൽ വിദഗ്ധരെ എനിക്കറിയാം. അവർ തുപ്പണ പണി അവർക്ക്. തിങ്കളാഴ്ച ഒരു തുപ്പും, വ്യാഴാഴ്ച എവിടുക്കാരാ എൻ്റെ തുപ്പല്? MLA വേണ്ട തുപ്പൽ എങ്ങായി. അതായത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും MLA-ക്ക് പണി എന്താ? തുപ്പ. കാരണം മൂപ്പര് പറയേ നോമ്പ എൻ്റെ പണി വള്ളം നിറച്ച് മുണങ്ങിയിട്ട് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണേ എങ്ങായി. ഇത് എൻ്റെ ലിസ്റ്റിൽ നിന്ന് ഇന്നെ വെട്ടിക്കട എങ്ങായി. ഓരോരുത്തരും പണിയാണ്. എനിക്ക് പടച്ച തമ്പുരാൻ സ്വർഗത്തേക്ക് പണി തന്നത് ഇതാ. ഇത് ലാഭം നഷ്ടം നോക്കാതെ പറയാ, ഇതിൻ്റെ സ്വർഗം ഇതാ. ലാഭം നോക്കരുത്, നഷ്ടം നോക്കരുത്. നമ്മുടെ ലാഭനഷ്ടമല്ല, ലിവജില്ല. ആർക്ക് വേണ്ടി പറയണം? ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു, വളരെ ചിന്തിക്ക്. അപ്പം മുതലാളിമാർ ഹജ്ജിന് പോകലോ ഉംറക്ക് പോകലോ അതൊന്നുമല്ല നന്മ. പിന്നെന്താ നന്മ? പറയാം, എന്താ നന്മ? നിങ്ങൾ വളരെ വളരെ ഗൗരവമായി ചിന്തിക്കണം. നന്മ എന്നാൽ ഖേദാണ്. നിന്റെ ബാപ്പ ഇവിടെ നിറങ്ങിയപ്പോൾ അടിസ്ഥാനമായി ബാപ്പ സുജൂദിയല്ലേ ചെയ്ത്? എന്താ ബാപ്പ ഇത്? നിന്റെ ബാപ്പൻ്റെ ആദം വന്നിറങ്ങിയോണ്ടാണ് സുജൂദ ചെയ്ത്. എന്താ ബാപ്പ ഇത്? ഖേദം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഖേദം. അടിസ്ഥാന യോഗ്യത ഖേദം. ഖേദം ഇല്ലാതായ എന്തു ചെയ്യും? വൽസം ഹിമ്യതൻ. ഹിമ്യത്ത് മഅനാഹു പ്രൊട്ടക്ഷൻ. എന്താ ഹിമ്യത്തിന്റെ അർത്ഥം? എന്താ? പ്രൊട്ടക്ഷൻ. വൽസം ഹിമ്യതൻ നദമി. നീ ഖേദം എന്ന പ്രൊട്ടക്ഷനെ കൂടെ കൊണ്ട് നടക്കണം. എങ്ങനെ എങ്ങനെ എങ്ങനെ? ഖേദം എന്ന പ്രൊട്ടക്ഷനെ നീ പറ ഖേദം എന്ന പ്രൊട്ടക്ഷനെ നീ കൂടെ കൊണ്ട് നടക്കണം. ഖേദം ഒരു പ്രൊട്ടക്ഷനാണ്. ഖേദം ഒരു പ്രൊട്ടക്ഷൻ. ഖേദമുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യൂല. വ്യഭിചരിച്ചാൽ ഖേദമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ വ്യഭിചരിക്കൂല. മോഷ്ടിച്ചാൽ ഖേദമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ മോഷ്ടിക്കൂല. കള്ളസാക്ഷ്യം പറഞ്ഞതിൽ ഖേദമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ കള്ളസാക്ഷ്യം പറയില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഒരു കാര്യത്തിൽ ഖേദം വന്നാൽ പിന്നെ ആ കാര്യം പറ. അവ പ്രൊട്ടക്ഷനാണ്. എന്ത് പ്രൊട്ടക്ഷനാണ്? എന്ത്? ഖേദം ഖേദം ഖേദം
ഖേദമില്ലാതെ ജീവിക്കൽ അകപ്പെടലാണ്. അകപ്പെടൽ നമ്പർ 1. സെക്കൻഡ് അടുത്ത ക്ലാസ് പറയും. ഇനി മൊത്തത്തിൽ കാര്യം എന്താ അകപ്പെടൽ? ഖേദമില്ല. പറട കുട്ടി, നിന്റെ സിസ്റ്റം എന്താ? പറ. നിന്റെ സിസ്റ്റം ഖേദം. നിന്റെ ബാപ്പ ഇവിടെ വന്നപ്പോൾ ബാപ്പയുടെ മനസ്സ് ഖേദിയുടെ മനസ്സാണ്. അപ്പൊ നിനക്കുണ്ടാകേണ്ടത് എന്താ? ഖേദം. നിന്റെ ബാപ്പ വന്നപ്പോൾ ബാപ്പക്ക് ഖേദം, തറവാട് നഷ്ടപ്പെട്ടു, ഖേദം. പിന്നെ ബാപ്പ 1000 വർഷം ജീവിച്ചു. എങ്ങനെ? ഖേദിച്ച്. ഈ ബാപ്പാനെ തിരിച്ചെടുക്കും. എന്തുകൊണ്ട്? ഖേദിയാണ്. ഇബ്ലീസിനെ തിരിച്ചെടുക്കൂല. എന്തുകൊണ്ട്? ഖേദമില്ല. ഓഹോ, കൃത്യമായ ഉത്തരം. ഇബ്ലീസിനെ തിരിച്ചെടുക്കൂല. എന്തുകൊണ്ട്? ഖേദമില്ല. ആദമിനെ തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നാൽ മാത്രം മതി. ആദം ഈ പഴം കഴിച്ചു എന്ന് പറഞ്ഞ അതേ ഗ്രന്ഥത്തിൽ തന്നെയുണ്ട് ആദമിനെ ഞാൻ തിരഞ്ഞെടുത്തു. ഇല്ലേ? രണ്ടാൾ തിന്നു. അവർക്ക് അവരുടെ നാണം വെളിവായി, മുന്നും പിന്നും വെളിവായി. സ്വർഗത്തിന്റെ ഇലകൾ എടുത്ത് അവർ നാണം മറക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. അതൊക്കെ പരാജയപ്പെടുത്തു വിട്ടു. പുറത്തു പോകൂ എന്ന് നാം പറഞ്ഞു. പിന്നെ അവർ പുറത്തേക്ക് വന്നു. പിന്നെ ഖേദിച്ചു. മനസ്സിലായില്ലേ? ബാപ്പ ഭൂമിയിൽ ഇറങ്ങിയപ്പോൾ ബാപ്പയുടെ അടിസ്ഥാന കാര്യം സിസ്റ്റം, നമ്മുടെ സിസ്റ്റം ഖേദമാണ്. മതി മതി. ഖേദം ഉണ്ടെങ്കിൽ നീ മുസ്ലിം ആവും. ഖേദം ഖേദം. ഏതാ സൂറത്ത്? ഖേദിച്ച് ഖേദിച്ച് അങ്ങ് ഉരുകി തീർന്നു പോകുമല്ലോ. ഖേദിച്ച് ഖേദിച്ച് അങ്ങ് ഉരുകി തീർന്നു പോകുമല്ലോ. മനസ്സിലായില്ലേ? പറഞ്ഞു. ഖേദം മനുഷ്യന്റെ അടിസ്ഥാന ഗുണമാണ്. എന്ത്? ഖേദം. ഖേദവും പരാജയപ്പെടൂല. അപ്പൊ അകപ്പെടൽ എന്നാൽ എന്താണ്? ഖേദമില്ലാതെ ജീവിക്കും. കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങൾ മറന്നാൽ പിന്നെ എന്തുണ്ടാവില്ല? ഖേദം ഉണ്ടാവില്ല. ഉറങ്ങരുത് ഉറങ്ങരുത്. എന്താ അവസാനിപ്പിക്കാം? ഒരു വാക്ക് എന്താ പറഞ്ഞത്? കഴിഞ്ഞ കാല അബദ്ധങ്ങളെ ഓർമ്മയില്ലെങ്കിൽ മനുഷ്യന് ഖേദം ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അബദ്ധത്തെ കദുബാബിൻ അലാ അംഫിഹി, കദുബാബിൻ അലാ അംഫിഹി, കദുബാബിൻ അലാ അംഫിഹി. എൻ്റെ വീട്ടിൻ്റെ മുകളിലേക്ക് ഫോറസ്റ്റിൽ നിന്ന് ഒരു കല്ല്, പാറക്കല്ല് ഇങ്ങനെ നിന്നാൽ നീ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസിലോ പോയി കേസ് കൊടുക്കും. ഇത് പരിഹാരം ഉണ്ടാക്കി തരണം. നിന്റെ മൂക്കത്തൊരു ഈച്ച വന്നിരുന്നാൽ കേസ് കൊടുക്കുമോ? അയൽ വീട്ടിലെ മരത്തിന്റെ കൊമ്പ് നിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഞാന്നു നിന്നു. അത് വെട്ടാൻ പറഞ്ഞു, വെട്ടിയില്ല. നീ പഞ്ചായത്ത് പോയി കേസ് കൊടുക്കും. കേസ് കൊടുത്തൂടെ? പറ. പഞ്ചായത്ത് പോയി കേസ് കൊടുക്കാറില്ലേ? പറ. ഉണ്ട്. മൂക്കത്ത് ഈച്ചയിരുന്നാലോ? അവന്റെ വളർത്തുന്ന ഒരു മതിരി ആടി ഒരു ഈച്ച വന്ന് എന്റെ മൂക്കത്തിരുന്നു. കേസ് കൊടുക്കുവോ? വൻദോഷം പോലും പാപികൾക്ക് അങ്ങനെയാ. കദുബാബിനായാംഫി. അപ്പോൾ ഖേദമുള്ളവൻ പാപിയല്ല. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, പറ, പാപം ചെയ്തിട്ടുണ്ടെങ്കിലും പാപിയല്ല. എന്തുള്ളവൻ? പറ. ഖേദമുള്ളവൻ പാപിയല്ല. പിന്നെ പാപം ചെയ്താലോ? പാപിയല്ല. പിന്നെ ചെയ്താലോ? അല്ലാഹു ആരാ? കഴിഞ്ഞ രാത്രി തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പകലായാൽ കൈനീട്ടിയിരിക്കുന്നവനാണവൻ. പകലവൻ കൈനീട്ടിയിരിക്കും. എന്തിന്? രാത്രി തെറ്റിയവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പുറത്തു കൊടുത്തു. അവൻ പകലും തെറ്റിയിരുന്നു. അവൻ രാത്രി 1000 കൈനീട്ടിയിരിക്കും. എന്തിന്? പകലിൽ തെറ്റിയവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി. എത്ര കാലം? പടിഞ്ഞാറ്
സൂര്യൻ ഉദിക്കുന്നത് വരെ. അല്ലാ, എന്താ പറഞ്ഞേ? അപ്പൊ നീ ഇന്നലെ തെറ്റ് ചെയ്തു, ഇന്ന് തോപ ചെയ്തു, പിന്നെ തോപ ചെയ്തു, പിന്നെ തെറ്റ് ചെയ്തു. എത്ര കാലം? പടിഞ്ഞാറ് പറ, സൂര്യ ഉദിക്കുന്നവരെ. ഇത് തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ല, ഇത് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഉസ്അത്താണ്. അവൻ അത്രയും കരുണയാണ്. അവനെ പോലെ കരുണ ഉള്ള ഒരാൾ ഇല്ല. അവൻ്റെ കരുണയാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ നമ്മൾ അടിസ്ഥാന യോഗ്യത, നമ്മൾ അകപ്പെടൽ, ഖേദമില്ലാതെ ജീവിക്കുക, ഒരു അകപ്പെടലാണ്. അപ്പൊ നമുക്ക് എന്തു വേണം? ഖേദം വേണം. ഖേദം ഉണ്ടാവണമെങ്കിൽ കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങൾ നമ്മൾ ഓർത്തെടുത്ത് വെക്കണം. അതിന് ഡയറി വെക്കണം. അല്ല, ഓർമ്മ വേണം. അബദ്ധം പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി. എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി എന്ന് ഇന്നലെ ഓർത്തവർക്ക് കൈപ്പൊക്കാം. 1 2 3 4 5 അൽഹംദുലില്ലാഹ് 6 7 അല്ലാ 7 ആളാ കൈവക്കി. എനിക്കാ സംഭവിച്ചത് അബദ്ധമാണ് എന്ന് ഇന്ന് സുബഹയ്ക്ക് ശേഷം ബോധം വന്നവർക്ക് കൈപ്പൊക്കാം. 4 ഉണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാ അല്ലാ അൽഹംദുലില്ലാഹ്. ഒരു സദസ്സിൻ്റെ നന്മയാണത്. ഖേദം വിട്ടു പോകരുത്. നന്മ ഓർക്കുകയും ചെയ്യരുത്, നന്മ ഓർക്കുകയും ചെയ്യരുത്. അതാണ് നന്മ. മനസ്സിലാവേണ്ട കുട്ടികളെ, അതാണ് നന്മ. നമ്മൾ നിസ്കരിച്ച നിസ്കാരം എന്നല്ല, നിസ്കാരം ഇതിൻ്റെ പുറത്തായിരിക്കണം. അപ്പം അങ്ങനെ ഒലിക്കും, കണ്ണൊലിക്കും, കരയും. ഒരു അല്ലാഹു അക്ബറിന് അതിനൊരു വില ഉണ്ടാവും. മറ്റൊരു സിസ്റ്റത്തിൽ ഒരു അല്ലാഹു അക്ബർ ചെയ്യാം നമ്മൾ, അല്ലാഹു അക്ബർ. മറ്റവന് ഖേദം ഉണ്ടാവും. ആ അല്ലാഹു അക്ബറിനൊരു വിഷമുണ്ടാവും. അല്ലാഹു അക്ബർ, അപ്പോൾ ഒരു ഖേദമുണ്ടാവും. അപ്പം നമ്മൾ എന്താ വേണ്ടത്? നമ്മളെ തെറ്റുകളെ ഓർക്കുക, എന്നിട്ട് ഖേദിക്കുക. ഖേദമില്ലാത്തവൻ അകപ്പെട്ടവനാണ്. കടമുള്ളവൻ അകപ്പെട്ടവനല്ല. മക്കളെ കെട്ടിക്കാത്തവൻ അകപ്പെട്ടവനല്ല. വീടില്ലാത്തവൻ അകപ്പെട്ടവനല്ല. വീടില്ലാത്ത ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് രാവും പകലും പറയുന്ന ഒരാളെ എനിക്ക് കേരളത്തിൽ അറിയാം, ഒരാളെ എനിക്ക് കർണാടകത്തിലും അറിയാം. വർഷങ്ങളായി അവർക്ക് വീടില്ല. അപ്പം എപ്പോഴും അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും. അവർ അൽഹംദുലില്ലാഹ് കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം. പക്ഷേ വീടില്ല, സ്വന്തം വീടില്ല. ഇനി വീടുണ്ടാക്കാൻ ഒരു സ്ഥലവും ഇല്ല. എന്നിട്ട് അവർ പറയും അൽഹംദുലില്ലാഹ് 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന രണ്ടാളെ എനിക്കറിയാം. വീടില്ല, പക്ഷെ എപ്പോഴും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അതേസമയത്ത് തിരിച്ചു അറിയും. ഒരാളൊരു വീടൊക്കെ ഗൾഫിൽ പോയി ഉണ്ടാക്കിയിട്ട് തൻ്റെ ഗുരുനാഥനെ കാണാൻ വേണ്ടി ചെന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഗുരുനാഥനോട് പറഞ്ഞു എൻ്റെ വീട് ഉദ്ഘാടനമാണ്, നിങ്ങൾ വരണം. അപ്പോൾ ഗുരുനാഥൻ്റെ മുഖം ഇരുണ്ടു. എനിക്കിപ്പോൾ വീടുമായി, എനിക്ക് ഒന്നുമില്ല. ഞാൻ പോയി പെട്ടെന്ന് എനിക്ക് ബേജാറായിപ്പോയി. എങ്ങനെ അവിടുന്ന് തടി കിട്ടണമല്ലോ, മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോൾ കുറ്റപ്പം എന്തായി? ഇവന് വീടുണ്ടായത് കുറ്റമായി. എനിക്കിപ്പോൾ വീടുമായി. എൻ്റെ ഉസ്താദായി എനിക്ക് ഇതുവരെ 3 സെൻറ്റ് ഭൂമി വരെയല്ല. അള്ളാഹുവിൽ ഒതുങ്ങണം, പടച്ചോൻ്റെ പൊരുത്തം ആഗ്രഹിക്കണം, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ ആരെന്നെയാണ്? പുറത്തു പറയണ്ട, ആരെന്നെയാണ്? നാടക് ഹേ നാടക്, ഈ നാടക് ഹേ, ഒക്കെ നാടകം, ഒക്കെ ഒരു നാടകം, എല്ലാം നാടകം, നാടക് ഹേ നാടക്. മനസ്സിലായില്ലേ? ഇത് പറയും. ഒരു കർണാടകത്തിലെ ഒരാൾ, കൊടകിലൊരാളെ എനിക്കറിയും, കൊടകിൽ ഒരാളെ എനിക്കറിയും. ഞാൻ എപ്പോഴും അൽഹംദുലില്ലാഹ്, വീടില്ല എന്നാലും അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും. അത് സാരമല്ല ഉസ്താദേ, അതൊക്കെ സാർവസ്ഥ. എന്നാലും നമുക്ക് വാടക കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഈ വീട്ടിക്ക് അയാൾ കയറണമെങ്കിൽ നമ്മളോട് ചോദിക്കണ്ടേ? നമ്മൾ വാടക കൊടുക്കുന്ന വീടല്ലേ? ആ ആളുടെ ഒരു വൽപ്പത്തരം. നമ്മളെത്ര യോഗ്യന്മാരാ, മാസം വാടക കൊടുത്തിട്ടല്ലേ? ഇവിടെ കയറട്ടെ എന്ന് അയാൾ വന്ന് ചോദിക്കും നമ്മളോട്. അപ്പൊ നമ്മളോ അധികാരം, ഈ വീട് നമ്മളതാണല്ലോ. കാരണം നമ്മളിവിടെ എന്താവുന്നുണ്ട്? വാടക കൊടുക്കണ്ടേ? ആഹാ, മനസ്സിലായി? ചിന്തിക്കുക. അപ്പൊ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് വിഷയം. മനുഷ്യൻ എന്താ വേണ്ടത്? ഖേദം. വീടില്ല, അതിൽ ഖേദം വേണ്ട, അത് പ്രശ്നമില്ല. വീടില്ലാത്തൊരു എത്ര ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. വീടില്ലാത്ത പ്രശ്നമല്ല, ഒന്നുമല്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒറ്റ വാക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എണീറ്റ് കഴിഞ്ഞാൽ എണീറ്റിരിക്കും. എണീറ്റിരുന്നിട്ട്
നക്ഷത്രത്തിലേക്ക് നോക്കും. എന്നിട്ടാണ് ദുആ. നക്ഷത്രത്തിലേക്കൊന്നിങ്ങനെ നോക്കും. എനിക്ക് ഈ ഹദീസ് മനസ്സിലായതേ ഇല്ല. എന്താ ഈ പറയണത്? ഇരുന്നോടത്തിരുന്നാൾ എങ്ങനെ നക്ഷത്രത്തിലേക്ക് നോക്കുക? അങ്ങനെ ഞാൻ ഒരു അറബിയായ പണ്ഡിതനോട് ഈ സംഭവം പറഞ്ഞപ്പോൾ ആ അറബിയായ പണ്ഡിതൻ എനിക്ക് റസൂലുള്ളാഹിന്റെ വീട് വരച്ച് കാണിച്ചു തന്നു. പകുതി സ്ഥലത്തെ ഈത്തപ്പനയുടെ പട്ടയുള്ളൂ, പകുതി സ്ഥലത്ത് ഒഴിവാ. അതായത് ഫുള്ള് മറച്ചിട്ടില്ല വീട്. മനസ്സിലായില്ല? ആ കിടക്കണ ഭാഗത്ത് മാത്രമേ എന്തുള്ളൂ, ഈത്തപ്പന മടക്കുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. അപ്പോൾ കട്ടിൽ എണീറ്റിരുന്നാൽ എന്ത് കാണും? ആകാശം കാണും. ഞാൻ എന്താ ആലോചിച്ചെന്നറിയോ? വാതിൽക്കൊക്കെ പോയി വാതിൽ തുറന്നിട്ടല്ലേ ഈ അല്ലാഹുമ്മ ലക്കൽ ഹംദ് എന്നൊക്കെ പറയേണ്ടത്. ഇവിടെ ആകാശത്തേക്ക് നോക്കിയിട്ട് അതങ്ങനെ ചെല്ലണമെങ്കിൽ അത് എങ്ങനെ കഴിയാൻ? റസൂലുള്ളാഹിക്ക് മര്യാദയ്ക്ക് മേൽക്കൂര തന്നെയല്ല, മര്യാദക്കൊരു മേൽക്കൂരല്ല. എന്നിട്ടാണ് ലക്കൽ ഹംദ് എന്ന് പറയുന്നത്. രാവിലെ എണീറ്റാൽ ആദ്യം പറയുന്നതാണ് ലക്കൽ ഹംദു അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന. വീണ്ടും മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഇതൊന്നും വീടില്ലായ്മ ഒരകപ്പെടലല്ല, മക്കളില്ലായ്മ അകപ്പെടലല്ല, കടമൂടൽ അകപ്പെടലല്ല, രോഗം വരൽ അകപ്പെടലല്ല. അകപ്പെടൽ നിനക്ക് ഖേദമില്ലാതിരിക്കൽ അകപ്പെടലാണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. അതിനാലുണ്ടായിത്തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ് ഇപ്പം മുസ്ലിമീങ്ങൾ. മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പോലെയാണ്. എന്താ സർക്കാർ ഉദ്യോഗം എന്നാൽ? സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ പരമാവധി വളരെ കുറഞ്ഞ ജോലി ചെയ്യുകയും പരമാവധി ഒഴിവു ദിനങ്ങളെ ആഗ്രഹിക്കുകയും ഒഴിവു ദിനങ്ങൾ തൻ്റെ അവകാശങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും ആ അവകാശങ്ങൾക്ക് വേണ്ടി സ്വപ്നം കാണുകയും ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സമരം ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൻ്റെ പേരാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവർ സ്വപ്നം കാണുന്നതിന് വേണ്ടി അവർ സമരം ചെയ്യാം. നമ്മളും അങ്ങനെയാണ്. ഇപ്പം നമ്മളെ ഇസ്ലാം പറഞ്ഞ എന്താണ്? നമ്മൾ കുറേ കാര്യം സ്വപ്നം കാണുക, എന്നിട്ട് അതിനു വേണ്ടി അള്ളാഹിനോട് സമരം ചെയ്യുക. ഒരു മകൻ ഗൾഫ് പോയി, രണ്ടാമത്തെ മകനും ഗൾഫ് പോയി, മൂന്നാമത്തെ മകൻ ഗൾഫിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അള്ളാഹിനോട് സമരം ചെയ്യും. എന്നോട് പറഞ്ഞിട്ട് കാര്യമല്ല പടച്ചോനെ. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ സാധാരണ സക്കാത്ത് കൊടുക്കുന്ന ഒരാള് ഒരു മകൻ ഗൾഫ് പോയപ്പോൾ ഞാൻ ഒരു മകനല്ലേ ഗൾഫിൽ നിന്ന് വിചാരിച്ച അയാൾക്ക് സക്കാത്ത് കൊടുത്തിരുന്നു. രണ്ടാമത്തെ മകനും ഗൾഫ് പോയി അത്യാവശ്യം സ്റ്റാൻഡായപ്പോൾ ഞാൻ പിന്നെ അയാൾക്ക് സക്കാത്ത് കൊടുക്കൽ നിർത്തി. കാരണം നാട്ടിൽ വേറെ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അയാൾ പള്ളികൾ ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് കൂടിയാൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തന്നെ മൂപ്പര് മര്യാദയ്ക്ക് എന്തു പറയില്ല, എന്തു അറിയില്ല, വഅലൈക്കും അസ്സലാം അറിയില്ല. എന്തുകൊണ്ട്? എന്ത് നിർത്തി? സക്കാത്ത് നിർത്തിയല്ലോ. കാരണം സക്കാത്ത് എൻ്റെ അവകാശം. ഞാൻ 10 മക്കൾ ഗൾഫ് പോയാലും സക്കാത്ത് എൻ്റെ അവകാശമാണ്. ഇതന്നെ നമ്മുടെ അവസ്ഥ. നമുക്കെല്ലാം പടച്ചോന്റെ അവകാശമാണ്, പടച്ചോന്റെ അവകാശമാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഉന്നതമായ ഡിഗ്രി ആഗ്രഹിച്ചു ഒരു മോള്, ഒരു ബാപ്പാൻ്റെ മോള്. ഡിഗ്രിക്ക് അയക്കാൻ ബാപ്പാൻ്റെ കയ്യിൽ പണം ഉണ്ടായില്ല. പലവട്ടം പറഞ്ഞു. അപ്പോൾ ബാപ്പ പറഞ്ഞു സുഖമില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, അതൊക്കെ നേരത്തെ ആലോചിക്കണം. എൻ്റെ അമ്മാൻ്റെ അടുത്ത് പോയി കിടക്കുമ്പോൾ ആലോചിക്കേണ്ടതാ. മക്കളുണ്ടായാൽ പഠിപ്പിക്കും വേണം, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് പോകരുത്. ആര് പറഞ്ഞു എന്ന് അയാൾ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞ് എൻ്റെ അമ്മാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആലോചിക്കണം, മക്കളുണ്ടായാൽ പഠിപ്പിക്കേണ്ടി വരും. SSLC +1 +2 ഒക്കെ കഴിഞ്ഞതാ. പിന്നെ ഡിഗ്രിക്ക് അയക്കാനുള്ള പൈസ ബാപ്പാൻ്റെ കയ്യിൽ കിട്ടിയില്ല, മെറിറ്റിലോട്ട് കിട്ടിയതുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? മകൾ പലവട്ടം പറഞ്ഞു. ബാപ്പ തൻ്റെ നിസ്സഹായത പറഞ്ഞപ്പോൾ ബാപ്പയോട് മകൾ പറഞ്ഞു, എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി കിടക്കുമ്പോൾ ഇതൊക്കെ ആലോചിക്കേണ്ടിയിരുന്നു. അങ്ങനെ ആയാൽ കുട്ടികളുണ്ടാവുമെങ്കിൽ പഠിപ്പിക്കേണ്ടി വരും. ഇതാണ് നമ്മളെ പുതിയ കാലം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാക്കി അടുത്ത ക്ലാസ്. അപ്പം അകപ്പെടൽ എന്നാൽ എന്താണ്? എന്താ അകപ്പെടൽ? ഖേദമില്ലാതെ ജീവിക്കലാണ് അകപ്പെടൽ. ഖേദമില്ലാതെ ജീവിക്കലാണ് അകപ്പെടൽ. അതാണ് അകപ്പെടൽ. അൽ ഫാത്തിഹ.